സംഭവിച്ചതിനെക്കുറിച്ച് അവൻ അനന്യയോടൊന്നും പറയാൻ ആഗ്രഹിച്ചില്ല. അവനും എത്രയും വേഗം ഓഫീസിലെത്തണമായിരുന്നു. വളരെ പെട്ടെന്ന് എഴുന്നേറ്റ് റെഡിയായി അവനും മുറിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വർമ്മ ഫാമിലി മുഴുവൻ ഡൈനിങ് ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുന്നത് കണ്ടു. ഇന്ന് സൗരവും അവരോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ടായിരുന്നു. അഭിനവൻ എല്ലാവരെയും കണ്ടപ്പോൾ സന്തോഷമായി. ഇതുപോലൊരു ഫാമിലിയോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കാനൊന്നും അവന് കുറച്ചുനാൾ മുമ്പ് വരെ ഒരു ചാൻസ് കിട്ടിയിരുന്നില്ല. എന്നാൽ അബിയെ കണ്ടതും ശർമ്മലയുടെ മുഖം മങ്ങി. അവന് പകരം ശ്രീരാഗായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ എത്ര നന്നായെന്ന് ഇന്ന് ശർമ്മള ചിന്തിച്ചു. അവർ മുഖമുയർത്തി അബിയെ ഒന്ന് നോക്കുകൂടി ചെയ്യാതെ തന്റെ ആഹാരം കഴിക്കാൻ തുടങ്ങി. അവരോടൊപ്പം അവരിൽ ഒരാളായിരുന്നു ഭക്ഷണം കഴിക്കാൻ അബിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൻ അതിവേഗം അവരുടെ അടുത്തേക്ക് നടന്നു. അപ്പോഴാണ് അവൻ സൗരവിനെ കാണുന്നത്. എല്ലാവരും നോക്കിയേ, ദേ കേദാർ ഫാമിലിയിലെ ഏക മരുമകൻ വരുന്നു. സൗരവ് അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അബി അത് കേട്ടുവെങ്കിലും സ്വയം നിയന്ത്രിച്ച് ഡൈനിങ് ടേബിളിനടുത്ത് വന്നു. ഗുഡ് മോർണിംഗ് ഓൾ, അവൻ എല്ലാവരും നോക്കി പറഞ്ഞു. മോർണിംഗ്, എല്ലാവരും ഫോർമലായി പറഞ്ഞു. അബി ഓഫീസിൽ പോകാൻ സൂട്ട് ധരിച്ചിരുന്നു. അത് കണ്ട് സൗരവ് അവനെ കളിയാക്കുന്ന രീതിയിൽ ഒന്ന് നോക്കി. ആഹാ, എന്താ ഒരു ചേഞ്ച്! എന്തായാലും നമ്മുടെ വീട്ടിൽ വന്നു നിൽക്കുന്നതിന്റെ ഗുണം അറിയാനുണ്ട്. ആളാകെ ഒന്ന് മിനുങ്ങി. അല്ല അനു, ഇവന്റെ കോട്ട് സൂട്ടും ഒക്കെ കൊള്ളാലോ. നീ വാങ്ങിക്കൊടുത്തായിരിക്കും അല്ലേ? സൗരവ് പറഞ്ഞു. ഇത് കേട്ട് അനന്യയ്ക്ക് ദേഷ്യം വന്നു. അഭിനവനോട് തോന്നിയതിനേക്കാൾ കൂടുതൽ വെറുപ്പ് അവൾക്ക് ആ നിമിഷം സൗരവിനോട് തോന്നി. ഇത്രയും വലിയ കുടുംബത്തിൽ ജനിച്ചിട്ടും ടേബിൾ മാനേഴ്സ് എന്താണെന്ന് ഏട്ടൻ ഇതുവരെ അറിയില്ലേ? ഒരാളോട് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അറിയാത്തതുപോലെയാണല്ലോ ഏട്ടന്റെ പെരുമാറ്റം. അനന്യ സൗരവിനെ നോക്കി പറഞ്ഞു. അനന്യ, അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ശർമ്മളി ഇതിനിടയിൽ ഇടപെട്ടുകൊണ്ട് ചോദിച്ചു. സൗരവ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അഭിനവനെ കൂടുതൽ പരിഹസിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. എന്നാൽ പിന്നീട് സൗരവിന് എന്തെങ്കിലും പറയാൻ ഒരു അവസരം കൊടുക്കാതെ അനന്യ സംസാരിച്ചു. ഏട്ടൻ പറഞ്ഞതിൽ അമ്മയ്ക്ക് യാതൊരു തെറ്റും തോന്നിയില്ലേ? ഇല്ലെങ്കിൽ അമ്മയ്ക്കും എന്തോ പ്രശ്നമുണ്ട്. സ്വന്തം വീട്ടിലുള്ള ഒരാളോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? എന്തായാലും അഭിനവന്റെ കൂട്ട് ഞാൻ വാങ്ങിക്കൊടുത്തതല്ല. ഒരു കോട്ട് പോലും സ്വന്തമായിട്ട് വാങ്ങാൻ പറ്റാത്തവനല്ല അവൻ. വിക്രം സാറിന്റെ കമ്പനിയിൽ അവൻ വെറുതെ അല്ലല്ലോ ജോലി ചെയ്യുന്നത്. അവനൊരു കോട്ട് വാങ്ങണമെങ്കിൽ അവിടുന്ന് കിട്ടുന്ന സാലറി ധാരാളം മതിയാകും. അനന്യ ഇതെല്ലാം പറയുമ്പോൾ അഭിനവ് അവളുടെ മുഖത്തേക്ക് വളരെ ശ്രദ്ധയോടെ നോക്കിയിരുന്നു. സത്യത്തിൽ അനന്യയ്ക്ക് സൗരവിനോട് നല്ല ദേഷ്യമുണ്ടായിരുന്നു. അബിയുമായുള്ള ഇഷ്യൂ മുതലെടുത്ത് ഫാമിലിയിലുണ്ടായിരുന്ന അവളുടെ സ്ഥാനം അവൻ കൈക്കലാക്കിയിരുന്നു. അതിന്റെ ദേഷ്യമായിരുന്നു അവൾ ഇപ്പോൾ തീർക്കുന്നത്. അപ്പോൾ സാറ് വലിയ ആളാണെന്നാണ് നീ പറഞ്ഞു വരുന്നത് അല്ലേ? ആയിക്കോട്ടെ, പക്ഷേ ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. നിനക്കവിടെ 1 മാസം എത്ര കിട്ടും? സൗരവ് അബിയോട് ചോദിച്ചു. അവൻ അതിന് മറുപടി പറയുന്നതിന് മുൻപേ തന്നെ അനന്യ അവനെ തടഞ്ഞു. ഇതുപോലുള്ള ഫൂളിഷ് ക്വസ്റ്റ്യൻസിനൊന്നും ആൻസർ പറയേണ്ട ആവശ്യം നിനക്കില്ല. നീ വേഗം കഴിച്ചെഴുന്നേക്ക്, നമുക്ക് മുത്തച്ഛൻ്റെ കൂടെ പോവാനുള്ളതാണ്. അനന്യ പറഞ്ഞത് കേട്ട് അന്തം വിട്ട് അബി അവളെ നോക്കി. നമുക്കോ? അഭിനവ് അത്ഭുതത്തോടെ ചോദിച്ചു. അത് കേട്ട് അനന്യ അഭിനവിനെ നോക്കി തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. ആ അതെ, നമുക്ക്, വേഗം വാ. അവളുടെ ശബ്ദം കേട്ടപ്പോൾ അവൾക്കെന്തോ തിരക്കുണ്ടെന്ന് അബിക്ക് തോന്നി. അതുകൊണ്ട് കഴിക്കുന്നത് നിർത്തി അഭിനവ് അവിടെ നിന്ന് എഴുന്നേറ്റ് അനന്യയുടെ പിന്നാലെ പോയി. അവർ വീടിന് പുറത്തെത്തിയതും അനന്യ അബിയെ പിടിച്ചു നിർത്തി. നിന്നെ അവിടെ നിർത്തിയിട്ട് പോന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ചേർന്ന് വായി വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് നിന്നെ വേദനിപ്പിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ്. അതിന് നന്ദിയൊന്നും വേണ്ട. നീ വാ, ഞാൻ നിന്നെ കൊണ്ടാക്കാം. അനന്യയുടെ ഈ വാക്കുകൾ കേട്ട് അഭിനവിന് തല ചുറ്റുന്നത് പോലെ തോന്നി. അവൻ വിശ്വാസം വരാതെ അനന്യെ നോക്കി. നീ എനിക്ക് ലിഫ്റ്റ് ഓഫർ ചെയ്യുന്നോ? അത്ഭുതമായിരിക്കുന്നല്ലോ, അവൻ ചോദിച്ചു. എന്തേ വേണ്ടേ? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്കൊരു നിർബന്ധവുമില്ല. അനന്യ ഇത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ കാറിന്റെ നേരെ നടന്നു. ഉടനെ അഭിനവ് അവളെ പിന്തുടർന്നു. എന്നാ പിന്നെ എന്നെ എന്റെ ഓഫീസിലേക്ക് ഇറക്കിയേക്ക്. പക്ഷെ ഒരു കാര്യം, നീ എന്നെ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നീ തന്നെ വൈകുന്നേരം കൂട്ടിക്കൊണ്ടുവരേണ്ടി വരും. എന്താ, ഓക്കെ ആണോ? അബി ചോദിച്ചു. ഇത് കേട്ടതും അനന്യ ഒരു നിമിഷം അഭിനവിനെ നോക്കിക്കൊണ്ട് എന്തോ ചിന്തിച്ചു. ശേഷം അവനോട് പറഞ്ഞു, ശരി, വേഗം കയറ്. ഇത് കേട്ടതും അഭിനവ് അനന്യയുടെ കാറിൽ കയറി. ഇരുവരും ഓഫീസിലേക്ക് പോയി. അന്ന് അവൻ ഓഫീസിൽ നേരത്തെ എത്തി. ഓഫീസ് ബിൽഡിങ്ങിനകത്തേക്ക് കടന്നപ്പോൾ തന്നെ അവൻ ലിഫ്റ്റ് മുകളിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നത് കണ്ടു. ലിഫ്റ്റിന്റെ ഡോർ അടയ്ക്കാൻ പോവുകയായിരുന്നു. പെട്ടെന്ന് അവൻ അതിനകത്തേക്ക് കയറി തടഞ്ഞു. ഇവൻ ഏതാടാ? അബിയുടെ പ്രവൃത്തി കണ്ട് ആരോ ലിഫ്റ്റിനുള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഗുഡ് മോർണിംഗ് അഭിനവ് സാർ, ഹൗ യു ഡൂയിങ്? പെട്ടെന്ന് പുറകിൽ നിന്ന് അങ്ങനെ ഒരു ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി. അത് ജെന്നിഫർ ആയിരുന്നു. അവളും ലിഫ്റ്റിൽ അഭിനവിനൊപ്പം ഉണ്ടായിരുന്നു. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. അഭിനവ് അവളെ നോക്കിയും ചിരിച്ചു. ഐ ആം ഗുഡ്, ആൻഡ് വാട്ട് അബൌട്ട് യു? അബി തിരികെ ചോദിച്ചു. ഐ ആം സോ ഗുഡ്, താങ്ക്സ്, ജെന്നിഫർ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ലിഫ്റ്റിന്റെ വാതിൽ തുറന്നു.
അഭിനവ് ലിഫ്റ്റിൽ നിന്നിറങ്ങി അവന്റെ ക്യാബിനിലേക്ക് നടന്നു. അവൻ അവന്റെ കസേരയിൽ ഇരിക്കുന്നതിന് മുൻപ് തന്നെ അവന്റെ ഫോൺ മുഴങ്ങി. ഇത്രയും നേരത്തെ ആരാണ് തന്നെ വിളിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. ഹലോ, ഗുഡ് മോർണിംഗ്. അവൻ ഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ SR എന്റർപ്രൈസസിന്റെ മാനേജറാണ് സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഉടനെ തന്നെ എന്റെ ക്യാബിനിലേക്ക് വരൂ. മറുവശത്തു നിന്നൊരു പുരുഷ ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ പറഞ്ഞു. അയാൾ അഭിനവിന്റെ മറുപടി കേൾക്കാൻ പോലും നിൽക്കാതെ ഫോൺ വെച്ചു. അഭിനവും ഫോൺ വെച്ച് മാനേജറുടെ ക്യാബിനിലേക്ക് നടന്നു. അവൻ മാനേജറുടെ ക്യാബിനിന് പുറത്തെത്തി. പതുക്കെ വാതിൽ മുട്ടി. വാതിൽ മുട്ടിയ ശേഷം അവൻ പറഞ്ഞു, ഹലോ, ഐ ആം അഭിനവ് രജപുത്ര, മേ ഐ? അവൻ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് അവിടെ നിന്നൊരു പെൺകുട്ടി അകത്തേക്ക് വരൂ എന്ന് വിളിച്ചു പറഞ്ഞു. അഭിനവ് അകത്തേക്ക് കയറിയപ്പോൾ അവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ടു. അവൾ മറ്റാരുമായിരുന്നില്ല, യാമിനിയായിരുന്നു. അവളെ അവിടെ കണ്ടപ്പോൾ അഭി ഞെട്ടി. അന്ന് കോളേജ് സ്റ്റുഡൻസ് എല്ലാവരും ചേർന്ന് ഒരു ഗെറ്റ് ടുഗദർ വെച്ചപ്പോൾ വലിയ വേൾഡ് ടൂർ പോകുന്ന കാര്യമെല്ലാം ഘോരഘോരം പ്രസംഗിച്ചവളാണ്. ഇപ്പോൾ ഇതാ ഇവിടെ മാനേജറുടെ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്നു. മറ്റാരെയും കാണാത്തതുകൊണ്ട് യാമിനി തന്നെയായിരിക്കും മാനേജറുടെ സെക്രട്ടറി എന്ന് അവൻ ഊഹിച്ചു. അഭിയുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നെങ്കിലും അവൻ അത് വിദഗ്ധമായി ഒളിപ്പിച്ചു. യാമിനി അവനെ അവജ്ഞയോടെ നോക്കി. അവളുടെ മുഖത്ത് അഹങ്കാരം മാത്രമായിരുന്നു കാണാനുണ്ടായിരുന്നത്. കഷ്ടം, ഇവൾ അറിയുന്നില്ലല്ലോ ഇവള് ജോലി ചെയ്യുന്നത് എന്റെ സ്വന്തം കമ്പനിയിലാണെന്ന്. ഞാനാണ് ടൈഗർ എന്നറിഞ്ഞാൽ എന്തായിരിക്കും ഇവളുടെ റിയാക്ഷൻ? അഭി ചിരിയോടെ ഓർത്തു. അതിനുശേഷം അവൻ മാനേജറുടെ അരികിലേക്ക് നടന്നു. ഗുഡ് മോർണിംഗ് സാർ, അഭിനവ് വളരെ മാന്യമായിട്ട് മാനേജരോട് പറഞ്ഞു. മാനേജർ ഒരു നിമിഷം അവനെ നോക്കി. സീ മിസ്റ്റർ, എനിക്ക് ഈ ഫോർമാലിറ്റീസ് ഒന്നും ഇഷ്ടമല്ല. അതുപോട്ടെ, നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. എന്താ തൻ്റെയൊക്കെ വിചാരം? ഞങ്ങൾ ഈ കമ്പനി വെറും ഒരു തമാശയ്ക്ക് തുടങ്ങിയതാണെന്നാണോ? മാനേജർ അഭിയോട് ചോദിച്ചു. എനിക്ക് മനസ്സിലായില്ല, അഭി പറഞ്ഞു. മാനേജർ വീണ്ടും ഒരു നിമിഷം അഭിനവിനെ നോക്കി. അഭിക്ക് എന്താണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലായില്ല. ഒരാവശ്യമില്ലാതെയാണ് മാനേജർ തന്നോട് ദേഷ്യപ്പെടുന്നത്. അവൻ യാമിനിയെ നോക്കി. ഗൂഢമായ ചിരിയോടെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണവൾ. അതോടെ എന്തുകൊണ്ടാണ് മാനേജർ ഇങ്ങനെയെല്ലാം പെരുമാറുന്നതെന്ന് അഭിക്ക് ഏകദേശം മനസ്സിലായി. ആണോ? എന്നാ ഇപ്പോൾ മനസ്സിലാക്കി തരാം. ഇത്രയും പറഞ്ഞ് അയാൾ ടേബിളിന്റെ ഡ്രോയിൽ നിന്ന് കൈയിട്ട് അതിൽ നിന്നൊരു കവർ എടുത്ത് അഭിനവിന്റെ നേരെ നീട്ടി. അഭിനവ് കവർ കയ്യിലെടുത്ത് തുറന്നു നോക്കി. അതിലൊരു കത്തുണ്ടായിരുന്നു. അഭിനവ് ആ കത്ത് തുറന്നു വായിച്ചു. പിന്നീട് അമ്പരന്നുകൊണ്ട് മാനേജർ നോക്കി പറഞ്ഞു, സാർ, ഇതെന്താ? നിങ്ങൾ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണോ? ഇത് കേട്ടതും മാനേജറുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. താങ്ക് ഗോഡ്, നിനക്ക് വായിക്കാൻ പോലും അറിയില്ലെന്നാണ് ഞാൻ കരുതിയത്. എന്നാ നീ സ്വയം വായിച്ചു മനസ്സിലാക്കിയല്ലോ, നന്നായി. ഇനിയിപ്പോ കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിന്റെ അഹങ്കാരം ഒന്നുകൊണ്ട് മാത്രമാണ് നിനക്കിവിടെ നിന്ന് പോകേണ്ടി വന്നത്. മാനേജർ പറഞ്ഞു. ഇതെല്ലാം യാമിനിയുടെ കുത്തിത്തിരിപ്പിന്റെ ഫലമായി ഉണ്ടായ കാര്യമാണെന്ന് അഭിനവിന് മനസ്സിലായി. ഇതെല്ലാം നിങ്ങൾ വിക്രമിനോട് ചോദിച്ചിട്ട് തന്നെയാണല്ലോ ചെയ്യുന്നത്, അല്ലേ? അഭിനവ് ചോദിച്ചു. അഭിനവ് വിക്രം എന്ന് വിളിച്ചത് കേട്ട് മാനേജർ ഞെട്ടി. അവൻ തന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് അയാൾക്ക് തോന്നി. പക്ഷെ പെട്ടെന്ന് തന്നെ ഈ കമ്പനിയിലെ വെറും ഒരു ബി ഗ്രേഡ് ജോലിക്കാരന് വിക്രം സാറിനെ പോലെ ഒരാളെ എങ്ങനെ അറിയാനാണെന്ന് അയാൾ ചിന്തിച്ചു. എന്താടാ, അങ്ങേരെ നിന്റെ മടിയിലെടുത്തിയാണോ പേരിട്ടത്? വിക്രം സാറെന്ന് പറയണം. പിന്നെ നിന്നെ പിരിച്ചുവിടുന്നതേ എന്റെ ഇഷ്ടത്തിനാ. ഇങ്ങനെ ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ കമ്പനിയുടെ ഒരു മാനേജറാണ്. ഈ ടീമിൽ ആരൊക്കെ വർക്ക് ചെയ്യണം ചെയ്യണ്ട എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത്. ഉള്ള സമയത്ത് മര്യാദയ്ക്ക് ജോലി ചെയ്യണമായിരുന്നു. വായി നോക്കി നടന്നാലേ ഇങ്ങനെ ഉണ്ടാവും. ഇനിയിപ്പോൾ കിട്ടാനുള്ളത് എന്താന്ന് വെച്ചാൽ മേടിച്ചിട്ട് പോവാൻ നോക്ക്, മാനേജർ അവനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അഭിനവിന് ചിരി വന്നു. പക്ഷേ അവൻ സ്വയം നിയന്ത്രിച്ചു. സീരിയസ്ലി, ഞാൻ ജോലി കറക്റ്റായിട്ട് ചെയ്തിരുന്നില്ലേ? അതുകൊണ്ട് തന്നെയാണോ എന്നെ പിരിച്ചുവിടുന്നത്? അതോ യാമിനി എന്നെക്കുറിച്ച് എന്തെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞതുകൊണ്ടാണോ? അഭിനവ് അയാളെ കളിയാക്കുന്നത് പോലെയാണ് അത് ചോദിച്ചത്. അവനത് പറഞ്ഞപ്പോൾ അയാളുടെ മുഖത്തുണ്ടായ പതർച്ച അഭി ശരിക്കും ശ്രദ്ധിച്ചിരുന്നു. താൻ എന്താ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്? അങ്ങനെ ആരുടെങ്കിലും വാക്കേട്ട് ഓരോന്ന് ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, മാനേജർ ദേഷ്യത്തോടെ മേശപ്പുറത്ത് അടിച്ചുകൊണ്ട് പറഞ്ഞു. അഭിനവ് ഒരു നിമിഷം അയാളെ നോക്കി. ചൂടാവാതെ മാനേജർ സാറേ, സത്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുവല്ലേ? ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയേണ്ടവർക്ക് നന്നായി അറിയാം. നിങ്ങൾക്കാണിതൊന്നും അറിയാത്തത്. അതുകൊണ്ട് ഒരു പെൺകുട്ടി ചിരിച്ചു കാണിച്ചപ്പോൾ അവളുടെ വാക്കും കേട്ട് എനിക്ക് നിങ്ങൾ ഈ ടെർമിനേഷൻ ലെറ്റർ തരുന്നത്. തനിക്ക് നാണമില്ലടോ ഇവള് പറയുന്നത് പോലെ തുള്ളാൻ?